നമസ്കാരം. പ്രധാന വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിഞ്ഞാലക്കുട. ഇരിഞ്ഞാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിഞ്ഞാലക്കുട. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ സദസ്സ്. കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിയണമെന്ന് കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് മാർ ഡോക്ടർ ആംബ്രോസ് പുത്തൻവേലി. KSTP റോഡ് നിർമ്മാണത്തിലെ പുരോഗതി വിലയിരുത്തുന്നതിന് വ്യാഴാഴ്ച ഉന്നതതല യോഗം ചേരും. വാർത്തകൾ വിശദമായി. കുന്നംകുളത്തെ പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡി മർദ്ദനത്തിനിരയായ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്തിന് നീതി ലഭ്യമാക്കുക, മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പിരിച്ചുവിടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനുകൾക്ക് മുൻപിൽ ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. ഇരിങ്ങാലക്കുട പോർത്തുശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷന് മുൻപിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സദസ്സ് KPCC മുൻ ജനറൽ സെക്രട്ടറി MP ജാക്സൺ ഉദ്ഘാടനം ചെയ്തു. പോർത്തുശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PK ഭാസി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ്, ടൗൺ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CS അബ്ദുൽ ഹഖ്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരായ ആന്റോ പെരുമ്പള്ളി, സതീഷ് വിമലൻ, മുനിസിപ്പൽ വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ, മുൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് TV ചാർലി, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സനൽ കല്ലൂക്കാരൻ, INTUC ബ്ലോക്ക് പ്രസിഡന്റ് TB സത്യൻ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി കുര്യൻ ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. കേരളത്തിലെ സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു. എല്ലാ വിഭാഗങ്ങളും രാഷ്ട്രീയത്തിന് വ്യത്യാസം ഉണ്ടായിരുന്നില്ല, അതുപോലെ മറ്റ് പരിഗണനകളൊന്നും ഇല്ലാതെ രാജ്യത്തെ മനുഷ്യനെ സ്നേഹിക്കുന്ന എല്ലാവരും ആ സംഭവം അവതരിപ്പിക്കാനും പോലീസിന്റെ കിരാതമായിട്ടുള്ള വാഴ്ച നമ്മുടെ സംസ്ഥാനത്ത് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടാനും സന്നദ്ധമായി നമ്മൾ കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ തുടർച്ചയായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായിട്ട് നമ്മൾ കാണുന്നത് കേരളത്തിൽ വിവിധ സ്റ്റേറ്റുകളിൽ പേരെടുത്ത് ഞാൻ ആളുകളെ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, വിവിധ സ്റ്റേറ്റുകളിലായി ധാരാളം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇപ്പോൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഏറ്റവും വേദനാജനകമായിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചതും. അതിൻ്റെ തുടർച്ചയായിട്ട് ധാരാളം പരാതി പ്രവാഹമാണ്. പരാതികൾ മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് പോകുന്നു, വീടാവകാശ കമ്മീഷനോട് അതിൻ്റെ CCTV ദൃശ്യങ്ങൾ ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് പരാതികൾ ലഭിക്കുന്നു. അതിൻ്റെ തുടർച്ചയായി ദിവസം എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ പത്രത്താളുകൾ എടുത്ത് നോക്കിയാൽ പത്രത്താളിൽ ഒരു പേജ് പൂർണ്ണമായും പല സ്ഥലങ്ങളിൽ പല പോലീസ് സ്റ്റേഷനുകളിൽ നടന്ന പീഡനങ്ങളുടെ ചരിത്രമാണ് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും ഭീതിതമായിട്ടുള്ള ഒരു സ്ഥിതി നമ്മുടെ രാജ്യത്തെ പോലീസിൽ എങ്ങനെ സംഭവിച്ചെന്ന് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ 9.25 വർഷമായി സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയൻ്റെ സാന്നിധ്യം അതിനെ നമുക്ക് അവഗണിക്കാനായിട്ട് സാധിക്കില്ല. പോലീസിനെ എങ്ങനെ ക്രമവൽക്കരിക്കാം എന്നുള്ളതിന് ഉദാഹരണമാണ് കഴിഞ്ഞ 9.25 വർഷമായി ഈ സംസ്ഥാനം ഭരിക്കുന്ന പിണറായിയുടെ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും പോലീസുകളെ ക്രമവൽക്കരിച്ച് അവരുടെ രാഷ്ട്രീയ എങ്കിലത്തിനനുസരിച്ച് പാവങ്ങളായി നിൽക്കുന്ന പോലീസുകാരെ സൃഷ്ടിക്കുക എന്നുള്ള രാജ്യം കണ്ടിട്ടുള്ള ഏറ്റവും ഭീതിതമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ വേദനിപ്പിക്കുന്നത്. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കാട്ടൂർ പോലീസ് സ്റ്റേഷന് മുൻപിൽ സംഘടിപ്പിച്ച ജനകീയ പ്രതിഷേധ സദസ്സ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MS അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കാട്ടൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് AP വിൽസൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് MI അഷ്റഫ്, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി രാജലക്ഷ്മി കുറുമാത്ത്, യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷെറിൻ തേർമഠം, മണ്ഡലം പ്രസിഡന്റുമാരായ AI സിദ്ധാർത്ഥൻ, ശ്രീകുമാർ, ബാസ്റ്റ്യൻ ഫ്രാൻസിസ് എന്നിവർ പ്രസംഗിച്ചു. സുജിത്തിനെ മർദ്ദിച്ച വിഷയത്തിൽ ഉൾപ്പെട്ട പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധ സദസ്സ് നടക്കുകയാണ്. ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലത്തിൽ കാട്ടൂർ പോലീസ് സ്റ്റേഷന് മുമ്പിലും ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷന് മുമ്പിലും ആളൂർ പോലീസ് സ്റ്റേഷന് മുമ്പിലും ഇപ്പോൾ ഇതേ സമയത്ത് ഇതുപോലെയുള്ള പ്രതിഷേധ സദസ്സുകൾ നടക്കുക. എന്തുകൊണ്ടാണ് പോലീസ് അട്രോസിറ്റി അല്ലെങ്കിൽ പോലീസ് അതിക്രമം ഈ ആധുനിക യുഗത്തിലും ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ
പോലീസ് അതിക്രമങ്ങൾ ചോദ്യം ചെയ്യാൻ പൊതുസമൂഹം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. കാക്കിയിട്ടാൽ ഞങ്ങൾക്ക് എന്തും ചെയ്യാനുള്ള ലൈസൻസ് ആണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടുള്ള കുറച്ചു പേരെങ്കിലും ഈ സർവീസിൽ അവശേഷിക്കുന്നുണ്ട്. പോലീസിനെ നമ്മൾ കാടടച്ച് വെടിവെക്കുന്നൊന്നുമില്ല. കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിയണമെന്നും അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുവാൻ ക്രൈസ്തവരായി നമ്മൾ പഠിക്കണമെന്ന് കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് മാർ ഡോക്ടർ ആംബ്രോസ് പുത്തൻവീട്ടിൽ ഇരിങ്ങാലക്കുട രൂപതയുടെ 48ാം രൂപതാ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കത്തോലിക്ക സഭയെ തകർക്കാനും തളർത്താനും പല കാലത്തും ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇവയെല്ലാം സാത്താന്റെ തന്ത്രങ്ങളാണെന്ന് വിശ്വാസി സമൂഹം തിരിച്ചറിയണം. സഭയിൽ വിവിധ തലങ്ങളിൽ അവിശ്വാസവും അന്ധഛിദ്രവും വളർത്താൻ അന്ധകാര ശക്തികൾ ശ്രമിക്കുന്നുണ്ട്. ഇതിനെതിരെ വിശ്വാസികളും വൈദികരും സഭാപിതാക്കന്മാരും ജാഗ്രത പാലിക്കണം. പ്രാർത്ഥനയും ഉപവാസവും വിശുദ്ധ ഗ്രന്ഥത്തോടും പാരമ്പര്യത്തോടുമുള്ള പ്രതിബദ്ധതയും ശക്തിപ്പെടുത്തിയാൽ സഭ നേരിടുന്ന ഇത്തരം വെല്ലുവിളികളെ അതിജീവിക്കാൻ കഴിയുമെന്ന് മാർ അംബ്രോസ് പുത്തൻവീട്ടിൽ ചൂണ്ടിക്കാട്ടി. 5 പതിറ്റാണ്ടുകാലം ഇരിങ്ങാലക്കുട രൂപത ആത്മീയ, സാമൂഹിക, ആതുര ശുശ്രൂഷ, വിദ്യാഭ്യാസ, ജീവകാരുണ്യ മേഖലകളിൽ വിശ്വസ്തയോടെ സുവിശേഷ മൂല്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചുവെന്നും ആ വിശ്വസ്തയുടെ കഥയാണ് ഇന്നലകളിലെ രൂപതയുടെ ചരിത്രമെന്നും ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ ചൂണ്ടിക്കാട്ടി. സുവർണ ജൂബിലി ആഘോഷിക്കാൻ ഇരിങ്ങാലക്കുട രൂപത ഒരുങ്ങുന്ന വേളയിൽ കൂട്ടായ്മയുടെ ചൈതന്യത്തിൽ ഇനിയും മുന്നേറാനുണ്ടെന്ന് മാർ പോളി കണ്ണൂക്കാടൻ തുടർന്നു പറഞ്ഞു. സുവർണ ജൂബിലിക്ക് മുന്നോടിയായി 2025 സെപ്റ്റംബർ 10 മുതൽ 2026 സെപ്റ്റംബർ 10 വരെ ഇരിങ്ങാലക്കുട രൂപതയിൽ ക്രിസ്തീയ കുടുംബ വർഷാചരണം നടത്തും. സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിൽ രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ദിവ്യബലി മധ്യ കുടുംബ വർഷാചരണത്തിന്റെ ലോഗോ പ്രകാശനം കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് മാർ ആംബ്രോസ് പുത്തൻവീട്ടിലിനൊപ്പം നിർവഹിച്ചു. സ്പിരിച്വാലിറ്റി സെന്ററിൽ രൂപതയുടെ പൈതൃക മ്യൂസിയവും ആളൂർ BLM-നോട് ചേർന്നുള്ള രൂപത ലഹരി മുക്ത കേന്ദ്രമായ നവചൈതന്യയുടെ നവീകരിച്ച കെട്ടിടവും മാർ പോളി കണ്ണൂക്കാടൻ ഉദ്ഘാടനം ചെയ്തു. ആഘോഷ പരിപാടികളിൽ വികാരി ജനറൽമാരായ മോൺസിഞ്ഞോർ ജോസ് മാളിയക്കൽ, മോൺസിഞ്ഞോർ വിൽസൺ ഈരത്തറ, മോൺസിഞ്ഞോർ ജോളി വടക്കൻ, കുടുംബ വർഷാചരണ കൺവീനർ ഫാദർ ഡോക്ടർ ഫ്രിജോ പാറക്കൽ, സനീഷ് കുമാർ ജോസഫ് MLA, മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് എന്നിവർ പങ്കെടുത്തു. ഈ വാക്കുകൾ തന്നെ പ്രതിധ്വനിക്കുന്ന രീതിയിലാണ് അഭിനന്ദ പിതാവ് ഓരോ കാര്യങ്ങളും സൂചിപ്പിച്ചു. ഞാൻ ചില കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ഓർത്തുവയ്ക്കാനായിട്ട് കാരുണ്യ പ്രവർത്തനമൊക്കെ നമ്മൾ ചെയ്യുന്നു എന്നതിൻ്റെ ചില മാതൃകകളായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ സുവർണ ഗേഹ പരിപാടി, നവീകരിച്ച നവചൈതന്യ ഡി അഡിക്ഷൻ സെന്ററിന്റെ ആശീർവാദം, ബ്ലസ്ഡ് ഹോം പ്രോജക്ട്, ഹൃദയ പാലിയേറ്റീവ് കെയർ, പിന്നെ ത്രിപുരയിലെ ശിക്ഷാ മിഷൻ, ഇവയൊക്കെ തന്നെ നാം ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികളുടെയും മിഷൻ പ്രവർത്തനങ്ങളുടെയൊക്കെ നിതാന്ത മാതൃകയാണ്. ഗോൾഡൻ ജൂബിലിക്ക് മുന്നൊരുക്കമായിട്ട് 3 വർഷത്തെ പ്രോഗ്രാം, അത് കുടുംബവർഷമായിട്ടും കാരുണ്യവർഷമായിട്ടും വ്യത്യാസ വർഷമായിട്ടൊക്കെ ചെയ്യുന്നത് നമ്മെ സംബന്ധിച്ച് ഇത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായ പദ്ധതി നമുക്കുണ്ടെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. കോട്ടപ്പുറം രൂപതയുടെ വൈദികരുടെ ധ്യാന വാർഷിക അവസരത്തിൽ ഞാൻ അവർക്കൊരു സമാപന സന്ദേശം നൽകിയപ്പോൾ ചില കാര്യങ്ങൾ അവരോട് പറഞ്ഞു. അത് നിങ്ങളുമായിട്ട് ഇന്നത്തെ ദിവസം പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, വത്തിക്കാൻ സെക്കൻഡിൽ പറഞ്ഞിട്ടുണ്ട്, ലേൺ ടു റീഡ് ദ സയൻസ് ഓഫ് ദ ടൈം. നമ്മൾ സമയത്തിൻ്റെ കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയാൻ പഠിക്കണം. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ സ്വാശ്രയ കൊമേഴ്സ് ഫിനാൻസ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ക്രൈസ്റ്റ് കോം ക്യൂസ് മത്സരത്തിൽ ഹൈദരാബാദ് ഉസ്മാനിയ മെഡിക്കൽ കോളേജ്, IIT ചെന്നൈ, IIM ലക്നൗ എന്നിവർ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾക്ക് അർഹരായി. ക്യൂസ് മത്സരം മണപ്പുറം ഫിനാൻസ് മാനേജിംഗ് ഡയറക്ടർ VP നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോളി ആൻഡ്രൂസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കോളേജ് മാനേജർ ഫാദർ ജോയ് പീണിക്കപ്പറമ്പിൽ, ക്യൂസ് മാസ്റ്റർ ഡോക്ടർ മേജർ ചന്ദ്രകാന്ത്, ഇവന്റ് കോർഡിനേറ്റർ ഡോക്ടർ ലിൻഡ മേരി സൈമൺ, സ്വാശ്രയ കൊമേഴ്സ് വിഭാഗ മേധാവി പ്രൊഫസർ KJ ജോസഫ് എന്നിവർ ആശംസകൾ നേർന്നു. Today the transformation the college has undergone is something unbelievable.
I salute the visionary founder, Father Gabriel. And I have been really privileged and lucky to say that I have happened to be his student in 1969. And with the dynamic leadership of even the current management, Father Jolly and all, his vision is again and again coming true, and I hope this level he would not have envisioned. Otherwise, I was telling him, if he had envisioned that those days, this prestigious institution, every possibility of becoming a university, deep university, within half a decade, I expect. KSTP റോഡ് നിർമ്മാണത്തിലെ പുരോഗതി വിലയിരുത്തുന്നതിന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ അധ്യക്ഷതയിൽ വ്യാഴാഴ്ച യോഗം ചേരും. ഠാണ ചന്തക്കുന്ന് ജംഗ്ഷൻ വികസനത്തിന്റെ ഭാഗമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്ന സാഹചര്യത്തിലാണ് യോഗം. ഠാണ ചന്തക്കുന്ന് റോഡ് നിർമ്മാണ സമയത്തെ ഗതാഗത നിയന്ത്രണത്തെക്കുറിച്ചും യോഗത്തിൽ ധാരണയാകും. കളക്ടറുടെ സാന്നിധ്യത്തിൽ KSTP ഉദ്യോഗസ്ഥർ, പോലീസ്, ഗതാഗത വകുപ്പ്, പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ, നിർമ്മാണ കമ്പനി പ്രതിനിധികൾ, ബസ് ഉടമകൾ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. തൃശൂർ രാമനിലയത്തിൽ വ്യാഴാഴ്ച രാവിലെ 10-നാണ് യോഗം. അഖില ഭാരത നാരായണീയ മഹോത്സവ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഒക്ടോബറിൽ ഗുരുവായൂരിൽ വെച്ച് സംഘടിപ്പിക്കുന്ന നാരായണീയ മഹോത്സവത്തിന്റെ ഭാഗമായി ഇരിങ്ങാലക്കുട, മാള, കൊടുങ്ങല്ലൂർ, ചാലക്കുടി മേഖലയുടെ സാന്ദ്രാനന്ദം സെപ്റ്റംബർ 21-ന് ഞായറാഴ്ച ഇരിങ്ങാലക്കുട ശാന്തിനികേതൻ പബ്ലിക് സ്കൂളിൽ വെച്ച് നടക്കുമെന്ന് പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ സന്തോഷ് ചെറാകുളം, ജനറൽ കൺവീനർ ജിത ബിനോയ് കുഞ്ഞിലിക്കാട്ടിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഞായറാഴ്ച രാവിലെ 11-ന് ചേരുന്ന ചടങ്ങിൽ ലയൺ മയൂര റോയൽ കിങ്ഡം സ്ഥാപകൻ രജിത് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്യും. നാരായണീയ ആചാര്യന്മാരെ ചടങ്ങിൽ ആദരിക്കും. ജയശ്രീ ശിവരാമൻ നാരായണീയ പാരായണത്തിന് നേതൃത്വം നൽകും. 3000-ഓളം പേര് പങ്കെടുക്കുന്ന ഈ പരിപാടി അമ്മമാർ രാവിലെ 8 മുതൽ വൈകിട്ട് 5 മണി വരെ നാരായണീയ പാരായണം ചെയ്തുകൊണ്ടാണ് പരിപാടി. ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ശ്രീ രജിത് കുമാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അഖില ഭാരത നാരായണീയ മഹോത്സവ സമിതിയുടെ ആഭിമുഖ്യത്തിൽ 1.5 ലക്ഷം പേരെ ഉദ്ദേശിച്ച് മണിക്കൂറിൽ 2000 പേര് വീതം ചൊല്ലുന്ന നാരായണീയ പാരായണം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട്, അതിന് വൈകുണ്ഠാമൃതം എന്നാണ് പറയുന്നത്. വൈകുണ്ഠാമൃതത്തിൻ്റെ ഭാഗമായിട്ട് പ്രാദേശിക തലത്തിൽ നടത്തുന്ന സാന്ദ്രാനന്ദം എന്ന പരിപാടി പ്രോഗ്രാം സമ്പൂർണ്ണ നാരായണീയമായിട്ട് നമ്മൾ 100 ദശകമായിട്ട് ഇരിങ്ങാലക്കുടയിൽ ജയശ്രീ ശ്രീരാമൻ ആചാര്യ, ജയശ്രീ ശ്രീരാമൻ ടീച്ചറുടെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുടയിൽ ശാന്തിനികേതൻ സ്കൂളിൽ വെച്ച് സെപ്റ്റംബർ 21-ാം തീയതി നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൽ ഒക്ടോബർ 10-ാം തീയതി ഗുരുവായൂർ വെച്ച് നടത്തുന്ന പ്രോഗ്രാമിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 23 അധ്യായവും 10 മണി 10 മിനിറ്റ് 10 സെക്കൻഡിൽ അന്നേ ദിവസം 100ാമത്തെ ദശകം ഓൺലൈനിൽ നമ്മൾ എൻ്റെ ലിങ്കുകൾ കൊടുത്തിട്ട് ലോകം മുഴുവനും 100ാമത്തെ ദശകം ഒരുമിച്ച് ചൊല്ലാനാണ് ഇത് തീരുമാനിച്ചിരിക്കുന്നത്. ക്രൈസ്റ്റ് ഓൾ കേരള റാങ്കിംഗ് ആൻഡ് ഇന്റർ സ്കൂൾ ടേബിൾ ടെന്നീസ് ടൂർണമെന്റിന് വ്യാഴാഴ്ച ക്രൈസ്റ്റ് വിദ്യാനികേതൻ സ്കൂളിലെ ഇന്റർനാഷണൽ അക്വാറ്റിക് കോംപ്ലക്സിൽ തുടക്കമാവുമെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജോയ് ആലപ്പാട്ട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ക്രൈസ്റ്റ് കോളേജ്, ക്രൈസ്റ്റ് വിദ്യാനികേതൻ സ്കൂൾ, ഗോസിമ റേസേഴ്സ് ടേബിൾ ടെന്നീസ് അക്കാദമിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന ടൂർണമെന്റിൽ വിവിധ ജില്ലകളിൽ നിന്നുമായി 500-ലധികം താരങ്ങൾ പങ്കെടുക്കും. സ്കൂൾ തല മത്സരങ്ങൾ, പാരാ അത്ലറ്റുകൾ, പ്രൊഫഷണൽ താരങ്ങൾ എന്നിവർ ടൂർണമെന്റിൽ പങ്കെടുക്കും. ഇന്റർ സ്കൂൾ പാരാ വിഭാഗ മത്സരങ്ങൾ സെപ്റ്റംബർ 11-ന് രാവിലെ 9:30-ന് ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി ഷാജു CL ഉദ്ഘാടനം ചെയ്യും. ക്രൈസ്റ്റ് ഓൾ കേരള ടേബിൾ ടെന്നീസ് ടൂർണമെന്റ് സെപ്റ്റംബർ 12 മുതൽ 14 വരെ നടക്കും. തൃശൂർ ASP
സിനോജ് TS മുഖ്യാതിഥിയായിരിക്കും. മത്സരങ്ങളുടെ സമ്മാനദാനം ചലച്ചിത്ര നടി ജയശ്രീ ശിവദാസ്, സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ എന്നിവർ ചേർന്ന് നിർവഹിക്കും. ഷാജു MP, മിഥുൻ ജോണി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു. ഈ വർഷം ഞങ്ങൾ എടുത്തിരിക്കുന്ന ഒരു കാര്യം, ഈ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കുട്ടികളും ടേബിൾ ടെന്നീസ്, വലിയ പ്ലെയർ ആയില്ലെങ്കിലും ടേബിൾ ടെന്നീസിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ വർഷം അടുത്ത വർഷമൊക്കെ ആയിട്ട് എല്ലാ കുട്ടികൾക്കും ഒരു ബേസിക് നോളേജ് ടേബിൾ ടെന്നീസിൽ കിട്ടണം. അങ്ങനെയാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്ന പരിപാടി ഇവിടെ പറയുന്നത് പോലെ ക്രൈസ്റ്റ് കോളേജ്, ക്രൈസ്റ്റ് വിദ്യാനികേതന സ്കൂള്, ഗോസിമ അവരുടെ ക്ലബ്ബ്, ഇത് മൂന്നും കൂടി നമ്മൾ നോക്കിയിട്ടാണ് പേരിട്ടിരിക്കുന്നത് ക്രൈസ്റ്റ് ഓൾ കേരള റാങ്കിങ് ആൻഡ് ഇൻ്റർ സ്കൂൾ ടേബിൾ ടെന്നീസ് ടൂർണമെൻറ്റ്. ഏകദേശം 500ഓളം കുട്ടികളെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വ്യാഴാഴ്ച നമുക്കതിൻ്റെ ഉദ്ഘാടനം, അതിനുശേഷം വ്യാഴം, വെള്ളി, ശനി 3 ദിവസങ്ങളിൽ ഈ വരുന്ന കുട്ടികൾക്കൊക്കെ പ്രൊവിഷൻ കൊടുക്കുക ടേബിൾ ടെന്നീസ്. നമുക്ക് ഇതുകൊണ്ടുള്ള മെച്ചം കുറേ കുട്ടികൾക്കും കൂടെ ഇതിൽ പഠിക്കണം, ആവേശം ഉണ്ടാകണം. അതിനൊപ്പം ഇൻ്റർ സ്കൂൾ ചാമ്പ്യൻഷിപ്പും ആദ്യമായിട്ട് നമ്മൾ കേരളത്തിൽ പാരാ ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് അങ്ങനെ ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികളെ കൂടെ പരിഗണിച്ച് അവർക്ക് കളിക്കാനൊരു അവസരം കൂടി പ്രാവശ്യം ഒരുക്കുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ സദസ്സ്. കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിയണമെന്ന് കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് മാർ ഡോക്ടർ ആംബ്രോസ് പുത്തൻവേലി. KSTP റോഡ് നിർമ്മാണത്തിലെ പുരോഗതി വിലയിരുത്തുന്നതിന് വ്യാഴാഴ്ച ഉന്നതതല യോഗം ചേരും. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.